ക്ലാസ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഏകദേശം പാഠഭാഗങ്ങളൊക്കെ കുറെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും സ്കൂളിൽ അല്ലെ. ഓക്കെ. അപ്പൊ നിങ്ങള് ഇപ്പോ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രം ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റുകൾ മാത്രം മനസ്സിലാക്കി ഇങ്ങനെ പോവായിരിക്കും മാത്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതുകൊണ്ട് മാത്രം മാത്സിൽ നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ നല്ല സ്കോർ കിട്ടില്ല. നിങ്ങൾ ഒരുപാട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. കൺസെപ്റ്റ് സെയിം ആണെങ്കിലും ചോദ്യങ്ങൾ ഡിഫറെന്റ് മെത്തേഡ് ഡിഫറെന്റ് ടൈപ്സിൽ ഇങ്ങനെ എക്സാമിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റാങ്ക് ഫയലിലെ ക്വസ്റ്റ്യൻസും എല്ലാം മാത്സ് അങ്ങനെയാണ് പഠിക്കേണ്ടത്. കുറെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററിലെയും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടില്ല. അതാണ് മാത്സ് എന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകത. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു സിറ്റുവേഷൻ എന്താ അറിയോ, ഏത് ചോദ്യത്തിനും ആൻസർ എഴുതിയാലും കുട്ടികൾക്ക് മാർക്ക് കൊടുത്തു അല്ലെ. അതുകൊണ്ട് തന്നെ 80 മാർക്കിന് 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുട്ടികളെ എയോ ബിയോ സിയോ ഏതെങ്കിലുമൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് പോയാലും അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികളെ A+ എത്തിയത്. അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ സ്ഥിതി എന്താ, എല്ലാ സബ്ജക്റ്റിലും A+ കിട്ടിയാലും മാത്സില് A+ കിട്ടാതെ ഒരുപാട് കുട്ടികൾ പല സ്കൂളുകളിലും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതാണ് മാത്സ് എന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ മാത്സ് പേടിച്ചിട്ട് കാര്യമില്ല. കൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടണോ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെയിലി 1 മണിക്കൂറെങ്കിലും മാത്സ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് മാത്സില് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു 4-8 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മാഷ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an equilateral triangle is drawn with its vertices touching a circle. Okay, if we put a dot in it without looking into the picture, what is the probability of being the dot inside the triangle and what is the probability of being the dot outside the triangle? മാഷ് ക്വസ്റ്റ്യൻ മലയാളത്തിലും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഒരു സർക്കിളും ആ സർക്കിളിനെ ടച്ച് ചെയ്ത് ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം ഉണ്ട്. ഓക്കെ. ആ ത്രികോണം സർക്കിളും തമ്മിലുള്ള ബന്ധം എന്താ, വൃത്തവും തമ്മിലുള്ള ബന്ധം എന്താ, അത് പരിവൃത്താണ്. പരിവൃത്തം എന്ന് പറഞ്ഞാൽ 3 ശീർഷങ്ങളും ത്രികോണത്തിന്റെ 3 ശീർഷങ്ങളും വൃത്തത്തിലെ പോയിന്റ് ആയിട്ട് വരുന്ന ഒരു എന്ത് ത്രികോണാണ്, സമഭുജ ത്രികോണാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മള് മാത്തമെറ്റിക്കൽ ചാൻസസ് അതായത് സാധ്യതകളുടെ ഗണിതം എന്ന അധ്യായത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലെ, ജ്യാമിതീയ സാധ്യത എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ആൻസർ ചെയ്തിരുന്നത്, അതിന്റെ ഏരിയയുമായി അല്ലെ, അതായത് പരപ്പളവുമായി താരതമ്യം ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടെത്തിയിരുന്നത്, സാധ്യത കണ്ടെത്തിയിരുന്നത്. അപ്പൊ പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ നമുക്ക് 2 ഫിഗർ ഉണ്ട്. എന്തൊക്കെയുള്ള, ഒന്ന് സർക്കിൾ ഉണ്ട്, ഒന്ന് വൃത്തവും, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു സമഭുജ ത്രികോണം അല്ലെ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ ഫിഗർ മാഷ് വരയ്ക്കാം. അപ്പൊ നോക്കാം, ഒരു വൃത്തമുണ്ട്, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ഒരു സമഭുജ ത്രികോണം ഉണ്ട്. മാഷ് അതിന് വെറുതെ ഒരു പേരിട്ട് കൊടുക്കണം, ABC. ഓക്കെ. ഇത് സെന്റർ O ആണ്. സമഭുജ ത്രികോണം അതിന്റെ ആംഗിൾ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വീതമാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. 60 ആണെന്ന് അറിയാം. ഇനി ഇതിന്റെ ഞാൻ പറഞ്ഞ സാധ്യത പ്രോബിലിറ്റി ആണെങ്കിൽ ഏരിയയുമായി കണക്ട് ചെയ്തിട്ട്, പരപ്പളവുമായി കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ പരപ്പളവ് ഏരിയ ഓഫ് സർക്കിളും ഉണ്ട്, ഒരു സമഭുജ ത്രികോണം ഉണ്ട് അല്ലെ. സർക്കിളിന്റെ ഏരിയ കാണാൻ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു. വാട്ട് ഈസ് ഏരിയ ഓഫ് എ സർക്കിൾ? വൃത്തത്തിന്റെ പരപ്പളവ്, റേഡിയസ് ആരം 6 ആണെങ്കിൽ πr². അപ്പൊ ഞാനിവിടെ സെന്ററിൽ നിന്നും ഈ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് r അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഏരിയ ഓഫ് സർക്കിൾ അതായത് വൃത്തത്തിന്റെ പരപ്പളവ് എന്താണ് പഠിച്ചത്, πr² അല്ലെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ് πr². വൃത്തത്തിന്റെ പരപ്പളവ് πr² ആണ്, ചുറ്റളവ് അതായത് പെരിമീറ്റർ 2πr. അപ്പൊ പരപ്പളവ് കിട്ടി. അപ്പൊ വൃത്തവുമായി ബന്ധപ്പെട്ട ഏരിയ കിട്ടി. ഇനി അടുത്തെന്താ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ പരപ്പളവാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കിട്ടണം അല്ലെ. അപ്പൊ സൈഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ. അപ്പൊ നിങ്ങൾ ട്രിഗണോമെട്രി അതായത് ത്രികോണമിതിയിലേക്ക് പോവാണ്. എന്താണ് ത്രികോണമിതിയിൽ പഠിച്ചത്, ജസ്റ്റ് ടോട്ടൽ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായി, 30
യെസ് 60 90 അല്ലെ 30 60 90 വരുമ്പോ നമ്മളൊരു റേഷ്യോ പഠിച്ചു എന്താ 1:√3:2 അല്ലെ ഈ √3 1 2 എവിടെ എഴുതാന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. യെസ് 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3 ഹൈപ്പോട്ടന്യൂസ് അതിന്റെ ഡബിൾ ആണ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 6 ആണ്. ഹൈപ്പോട്ടന്യൂസ് 6 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് എന്ത് വരും r/2. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് എഴുതുക? കാരണം 30യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഡബിൾ ആണ് എഴുതുക. അപ്പൊ തിരിച്ച് ഇവിടെ എന്താണോ അതിന്റെ ഹാഫ് ആണ് 30യുടെ ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് 30യുടെ ഓപ്പോസിറ്റ് എന്താ എതിർവശത്ത് r/2 അല്ലെ. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എഴുതുന്ന ആ ലെങ്ത്തിന്റെ പ്രത്യേകത എന്താ 1√3 ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് √3 ആയിരിക്കും. അതായത് 30യുടെ ഓപ്പോസിറ്റ് എന്താണോ അതിനെ √3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി r/2√3. അതെന്നല്ലേ ഇവിടെ വരിക r/2√3. കാരണം ഇത് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്താൽ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ സമപാർശ്വ ത്രികോണമാണ്. സെന്ററിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഛേദത്തെ അല്ലെ പാദത്തിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊക്കെ നമ്മൾ ഓരോ കൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ അതൊന്നും ഓർമ്മയില്ലെങ്കിലും r/2√3 r/2√3 അല്ലെ. ഓക്കെ വാട്ട് ഈസ് r/2√3 r/2√3 ആഡ് ചെയ്ത് എന്താ കിട്ടുക r/2√3യും r/2√3യും കൂട്ടിയാൽ അല്ലെ r/2 r/2 അര അല്ലെ അതായത് 1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു r√3 എന്ന് വരും. ഓക്കെ r/2 r/2 ആഡ് ചെയ്താൽ r രണ്ടിലെ √3 ഉണ്ട്. സോ r√3. അപ്പൊ ബി സിയുടെ ലെങ്ത് അല്ലെങ്കിൽ സൈഡ്സ് ഒരു സൈഡിന്റെ ലെങ്ത് അല്ലെ ഒരു എന്താ പറയാ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം r√3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് ഇൻ ദ ട്രയാംഗിൾ ഈക്വലേറ്റർ ട്രയാംഗിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് കാണാൻ എന്താണ് സൂത്രവാക്യം പഠിച്ചത് √3/4a². ഓക്കെ √3/4a² എന്ന് പഠിച്ചു. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിന്റെ ലെങ്ത് ആണ്. അത് എത്ര ഇവിടെ r√3. അപ്പൊ എക്ക് പകരം r√3 എന്ന് കൊടുക്കാം. r√3². ഇതൊന്ന് ശരിയാക്കി എഴുതിയപ്പോ √3/4 ഇൻറ്റു r². √3യുടെ സ്ക്വയർ എത്രയാ √3 ഇൻറ്റു √3 √9 ദാറ്റ്സ് ഈക്വൽ ടു 3. അതായത് നമുക്ക് എന്ത് കിട്ടി 3 മാഷ ആദ്യം എഴുതി 3√3/4 r². ഇതാണ് സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഈക്വലേറ്റർ ട്രയാംഗിളിന്റെ ഏരിയ അല്ലെ. ഇനി പ്രോബബിലിറ്റി സാധ്യതയാണ് കാണുന്നത്. എന്താണ് സാധ്യത കാണുന്നത്? ആദ്യം കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ ട്രയാംഗിളിന്റെ ത്രികോണത്തിന്റെ ഉള്ളിലാവാനുള്ള സാധ്യത. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് എവിടെ ഇൻസൈഡ് ദി ട്രയാംഗിൾ ട്രയാംഗിളിന്റെ ഉള്ളിൽ ഇൻസൈഡ് ദി ട്രയാംഗിൾ ത്രികോണത്തിനകത്ത് ത്രികോണത്തിനകത്ത് ഒരു ഡോട്ട് വീഴാനുള്ള സാധ്യത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഏതാണ് ഏരിയ വലുത്? സർക്കിളിന്റെ അല്ലെ ട്രയാംഗിളിന്റെ ഏരിയ ആണ് ചെറുത്. അപ്പൊ ട്രയാംഗിളിന്റെ ഏരിയനെ 3√3/4 r²നെ സർക്കിളിന്റെ ഏരിയ എന്താ πr² ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടി 3√3/4 r² ഇൻറ്റു 1/πr². അതായത് ഹരിക്കുമ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ നിയമം? ഹരിക്കുമ്പോ ഡിവൈഡ് ചെയ്യുമ്പോ യെസ് തിരിച്ചിട്ട് ഗുണിക്കാനൊക്കെ 7ാം ക്ലാസ് മുതലേ പഠിച്ചു വരാം. πr²/1 തിരിച്ചിട്ടാൽ 1/πr². ന്യൂമറേറ്ററിൽ ഒരു r² ഉണ്ട്, ഡിനോമിനേറ്ററിലും r². അംശത്തിലും ജയത്തിലും ഒരേപോലത്തെ വെട്ടിക്കളഞ്ഞു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 3√3 താഴെയോ താഴെ 4π 3√3/4π. അതാണ് എവിടെ ഡോട്ട് ട്രയാംഗിളിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി സാധ്യത. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന് പുറത്ത് വരാനുള്ള സാധ്യത അതിന് നമുക്കൊരു പ്രത്യേകത ഉള്ളത് എന്താ? എപ്പോഴും അകത്തും പുറത്തുള്ള സാധ്യതകളുടെ തുക 1 ആയിരിക്കും. കുറെ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും സ്കൂളില്. എന്നൊക്കെ നോക്കി നോക്കാം. ഉള്ളിലും പുറമേ ഉള്ളത് സാധ്യത എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ഉള്ളത്തത് 3√3/4π ആണെങ്കിൽ ഔട്ട്സൈഡ് ദി ട്രയാംഗിൾ ത്രികോണത്തിന്റെ പുറത്തുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഔട്ട്സൈഡ് ദി സർക്കിൾ സോറി ഔട്ട്സൈഡ് ദി ട്രയാംഗിൾ ത്രികോണത്തിന് അകത്തല്ല ത്രികോണത്തിന് പുറത്ത്
ത്രികോണത്തിന് പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 1-3√3/4π എന്ന് എഴുതിയാൽ മതി. അത് സിംപ്ലിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇങ്ങനെ എഴുതിയാലും മാർക്കായി. അപ്പോ ഈ ഒരു സാധ്യത പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എപ്പോഴും രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ പ്രോബബിലിറ്റി ആകെ സാധ്യത പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയ എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ടീച്ചേഴ്സ് ചെയ്തെന്നല്ല, അവരെ നിങ്ങൾ നോക്കി നോക്കൂ. രണ്ട് സാധ്യത, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടാവും. ആ രണ്ട് സാധ്യതയും കൂടി ആഡ് ചെയ്ത് നോക്കൂ, 1 ആയിരിക്കും ആൻസർ. അപ്പൊ ഒരെണ്ണം കിട്ടിയാൽ ഇതിന്റെ ബാലൻസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 1 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 1 - 3√3/4π. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത അത് സർക്കിൾ ആയിട്ടാണ്, അല്ലെ, പരിവൃത്താണ്. അതായത് എല്ലാ വെർട്ടെക്സും സർക്കിളിലാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് ഈ സെൻട്രൽ ആംഗിളിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിലെ ത്രികോണമെന്തിലെ ആശയം ഉപയോഗിച്ചിട്ടോ ത്രികോണത്തിന്റെ ഒരു വശം, ഒരു സൈഡ് കണ്ടുപിടിക്കാം. പിന്നെ ഇങ്ങനത്തെ ജോമെട്രിക്കൽ പ്രോബിലിറ്റി വരുമ്പോ അതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് എന്തുമായി കണക്ട് ചെയ്തിട്ടാ, അതിന്റെ ഏരിയയുമായി, അല്ലെ, പരപ്പളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ രണ്ട് കണക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സർക്കിളിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഉള്ളതുണ്ടാവും, സ്ക്വയറിന്റെ ഉള്ളിൽ സർക്കിൾ ഉള്ള. ആ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ പരിചയപ്പെട്ടാണ്. പക്ഷെ എക്സാമിന് ചിലപ്പോ സ്ക്വയറിന് പകരം സമയത്തിന് പകരം എന്താ ചോദിക്കുക, ത്രികോണം. അതാണ് മാത്സിന്റെ പ്രത്യേകത. ഒരിക്കലും പഠിച്ചത് അതേപോലത്തെ ചോദ്യം ചോദിച്ചോളന്നില്ല, പക്ഷെ കൺസെപ്റ്റുകൾ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാലേ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ട്രയാങ്കിൾ PQR, ആംഗിൾ Q 90. ഇപ്പൊ ട്രയാങ്കിൾ PQR ആണെങ്കിൽ ആംഗിൾ Q 90 ഡിഗ്രി, ആംഗിൾ R X ഡിഗ്രി. ഓക്കെ. ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് PQ, QR ആൻഡ് PR. PQ A ആണ്, QR B ആണ്, PR C ആണ്. ഓരോന്നിന്റെ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ P. കോൺ P എത്രയാണ്? ഫൈൻഡ് tan X. tan X ന്റെ വില കാണാം. അതുപോലെ sin X, cos X എഴുതണം. Then prove that sin X by cos X equal to tan X. ലൈക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ പേടിയാവും, പക്ഷെ വളരെ എളുപ്പമാണ്. ഒന്നും പേടിക്കാതെ, കാരണം ട്രിഗണോമെട്രിയിലെ സൈഡ്സിന്റെ റേഷ്യോ നിങ്ങളിപ്പോ പഠിച്ചതാണ്. ഏത് ആംഗിൾ ആണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും. അതായത് ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ, കോണളവ് തന്നു കഴിഞ്ഞാൽ അതിന്റെ എതിർവശം സമീപവശം കർണം നിങ്ങൾക്ക് എഴുതാൻ അറിയണം, നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഇത് X ആണ്. X tan X എന്താണ്, sin X എന്താണ്, cos X എന്താണ് ചോദ്യം, അല്ലെ. അപ്പൊ X എന്നുള്ള ആംഗിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കോണളവ്, അല്ലാതെ അവിടെ 30 ഡിഗ്രി 60 ഡിഗ്രി ഒന്നും തന്നിട്ടില്ല. അപ്പൊ X ആണെങ്കിൽ X ന്റെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് അതേതാണ്, PQ ആണ്. അതിന്റെ ലെങ്ത് 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്റർ അല്ലോ, ACM ആണ്. ഓക്കെ, A ആണ്. അതേപോലെ എന്താ, അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് സമീപവശം, അതിന്റെ ലെങ്ത് B ആണ്. അപ്പൊ എപ്പോഴും സംഖ്യകൾ 3, 2, 5 സംഖ്യകൾ മാത്രമല്ലാതെ ഇതുപോലെ ചരങ്ങൾ വേരിയബിൾസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ. ഇനി C എന്താണ്, ഹൈപ്പോട്യൂസ് അല്ലെങ്കിൽ കർണം, അല്ലെ. അപ്പൊ ഏത് ആംഗിൾ ആണോ എഴുതേണ്ടത് ആ ആംഗിളിന്റെ കോണിന്റെ 3 സൈഡ് നമുക്ക് എപ്പോഴും എഴുതാൻ അറിയണം. അതതിന്റെ ഒരു ബേസിക് ആയ ആശയമാണ് ആ ചാപ്റ്ററില്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അറിയോ, ആംഗിൾ P എത്രയാണ്? ആംഗിൾ P, കോണളവ് P എത്രയെന്നാണ് കുട്ടികളെ ചോദ്യം. ഒരു ആംഗിൾ 90, 90 അല്ലേ. ഇനി ബാക്കി ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടുന്നുണ്ട്, 90 അല്ലെ. അതിൽ ഇത് 30 ആണെങ്കിൽ ഇത് എത്ര എഴുതും നിങ്ങള്, 90 - 30 60. ഇത് 40 ആണെങ്കിൽ എത്ര എഴുതും, 90 - 40 50. ഇത് 70 ആണെങ്കിലോ ഇത് എത്രയാ, 20. അതായത് ഇത് കൂട്ടിയാൽ 90 കിട്ടണം. അപ്പൊ ഒരു കോണളവ് തന്നിട്ട് അതിന്റെ ബാക്കിയുള്ളത് എത്രയാന്ന് ചോദിച്ചാൽ ഇത് X ആയതുകൊണ്ട് ഈ ബാക്കിയുള്ളത് എന്താ വരിക, 90 - X, that is 90 - X. അതാണ് ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is tan X? tan X എന്ന് പറഞ്ഞാൽ എന്താ, tan എന്ന് പറഞ്ഞാൽ എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്, അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് എതിർവശം ബൈ കർണം, സോറി, എതിർവശം ബൈ സമീപവശം. എതിർവശം എന്ന് പറഞ്ഞാൽ ഏതാ, PQ ആണ്. അതിന്റെ ലെങ്ത് എത്രയാ, സ്മോൾ ലെറ്റർ A ആണ്. സോ A ബൈ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്, അതിന്റെ ലെങ്ത് എന്താ, സ്മോൾ ലെറ്റർ B. So what is tan X? A by B. ഇതേപോലെ നിങ്ങൾക്ക് sin X എഴുതിക്കൂടെ. What is sin X? sin എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ
ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. വാട്ട് ഈസ് എതിർവശം? ഇവിടെ എന്താ എ ആണ്. ഹൈപ്പോട്ന്യൂസ് കർണം എന്താ സി. അപ്പൊ എന്ത് കിട്ടും? എ ബൈ സി. അതേപോലെ നിങ്ങളോട് കോസെക്സ് എന്താന്ന് ചോദിച്ചു. കോസെക്സ് എന്ന് എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് സമീപവശം ബൈ കർണം അല്ലെ. വാട്ട് ഈസ് അഡ്ജസന്റ് സൈഡ്? ബി. ബി ബൈ സി. അപ്പൊ എന്തോരം എളുപ്പം നോക്കിയേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇത് നിങ്ങൾക്ക് സൈഡ്സ് ഒക്കെ 6ഉം 3ഉം 4ഉം അതുപോലെ ആംഗിൾസ് 30 60 40 അങ്ങനെ ആംഗിൾസ് വെച്ച് മാത്രം നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന് ഒരു എക്സ് വരുമ്പോ നിങ്ങൾ പതറി പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വന്നാലും അതുപോലെ ബേസിക് കൺസെപ്റ്റ് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സ് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പ്രൂവ് ദാറ്റ്, തെളിയിക്കാൻ പറഞ്ഞില്ല. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ sin x by cos x ആണ്. എന്താണ് sin x by cos x? എഴുതി നോക്കൂ. sin x divided by cos x എന്താ? What is sin x? a by c. ഹരിക്കണം എന്നുള്ള മാഷിങ്ങനെ എഴുതാം, ഡിവിഷൻ. cos x എന്താ? b by c അല്ലെ. അതായത് a by c ഇൻറ്റു ഇത് തിരിച്ചിടാ c by b. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹരണം മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോ, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതുക അല്ലെ. അപ്പൊ b by c എന്തായി? c by b. ഒരേപോലത്തെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളത് ക്യാൻസൽ ചെയ്യും. അപ്പൊ സിയും സിയും ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ എന്തല്ലോ? എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ബി. അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എക്സ് എ ബൈ ബി ആണ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാലും എ ബൈ ബി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. therefore നിങ്ങൾക്ക് എന്ത് പറയാം? ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. രണ്ടും എന്താ എന്തിന് ഈക്വൽ ആണ്? എ ബൈ ബിക്ക് ഈക്വൽ ആണ്. ഇത് 2019 ഫെബ്രുവരി SSLC മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് SSLC എക്സാമിന് ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് മാത്രം ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നേരെ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാമത്തെ സമവാക്യത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 ലെസ് ദാൻ ട്വൈസ് ഇറ്റ്സ് സ്മോൾ സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്ന കർണം അല്ലെ, 90 ഡിഗ്രിക്ക് എതിരെ ഉള്ളതാണ് ഹൈപ്പോട്ടന്യൂസ് കർണം. അതിന്റെ നീളം ഏറ്റവും ചെറിയ വശത്തിന്റെ 2 മടങ്ങിന്ന് 1 കുറവ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? സ്മോളസ്റ്റ് സൈഡ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇതെന്താ പറയുക? ഇതിന്റെ 2 മടങ്ങ് ട്വൈസ് 2x, അതിന് 1 കുറവ് 2x minus 1. എന്തൊരു എളുപ്പം നോക്കിയേ. തേർഡ് സൈഡ് ഈസ് 1 മോർ ദാൻ സ്മോൾ സൈഡ്. ചെറിയ വശത്തിനേക്കാൾ 1 കൂടുതലാണ് മറ്റേ വശം. ചെറിയ വശം x ആണ്, അതിനേക്കാൾ 1 കൂടുതലാണ് എന്താ നമ്മൾ എഴുതാം? x plus 1. ഇപ്പൊ 3 സൈഡ്സും എഴുതിയാൽ 2 മാർക്കായി. ഒരു സൈഡ് x കർണമാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 2x minus 1, മറ്റേ വശം x plus 1. ഓക്കെ. ഇനി എന്താണ് ചെറിയ 7ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ് നിങ്ങൾ പൈതഗോറസ് തിയറം അല്ലെ. എന്താ പൈതഗോറസ് തിയറം? യെസ്, ലോങ്സ്റ്റ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതർ 2 സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആണ്. അതായത് പൈതഗോറസ് തിയറം എന്ന് പറയും എന്തായിരുന്നു? AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ലേ. ഏറ്റവും വലിയ വശമാണ് AC. ഇനി ഇവിടെ AC എന്ന് പറഞ്ഞാൽ 2x minus 1 ആണ്. അപ്പൊ എന്ത് എഴുതണം? 2x minus 1 ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു AB എന്ന് പറഞ്ഞാൽ x plus 1 ആണ്. അപ്പൊ x plus 1 സ്ക്വയർ പ്ലസ് BC എന്ന് പറഞ്ഞാൽ x ആണ്, x സ്ക്വയർ. ഇതിനെ വിപുലീകരിക്കണം, എക്സ്പാൻഡ് ചെയ്യണം. ഇത് ഏതാ സാധനം? 8ാം ക്ലാസ്സിലെ ഐഡന്റിറ്റീസ് അല്ലെ, സർവസമവാക്യങ്ങൾ എന്നുള്ള 8ാം ക്ലാസ്സിലെ അധ്യായത്തിലുള്ളതാണ്. a plus b whole square a minus b whole square നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. What is a plus b whole square? a square plus 2ab plus b square. a മൈനസ് ആവുമ്പോഴോ ഇവിടെ മൈനസ് ആവും. അത്രേ ഉള്ളൂ. ഇതൊന്നും പഠിക്കാതെ നമുക്ക് മാത്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലട്ടോ. അപ്പൊ a plus b whole square പോലെ ഇവിടെ a minus b ആണ്. എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ ഫസ്റ്റ് ടേം 2x ആണ്, 2x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ഈക്വൽ ടു ഇവിടെയോ a plus b whole square ആണ്. ഫസ്റ്റ് ടേം x ആണ്, ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ പ്ലസ് ഒരു ടേം കൂടി എന്താ? x സ്ക്വയർ. അപ്പൊ ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രം ചെയ്ത് ശീലിച്ച കുട്ടികൾക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ. then 2x ന്റെ സ്ക്വയർ എഴുതുമ്പോൾ 2 സ്ക്വയർ x സ്ക്വയർ എഴുതും. what is 2 സ്ക്വയർ? 4x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 1 4x പ്ലസ് 1 സ്ക്വയർ 1 ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ is 1 പ്ലസ് x സ്ക്വയർ.
ഇനി 8ാം ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ. അതായത് വേരിയബിൾസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ, കോൺസ്റ്റന്റ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ, നമുക്ക് അതിന് പകരം എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇക്വേഷൻ ആക്കി മാറ്റാൻ. അപ്പൊ എന്താണ് സൈൻ മാറും അല്ലെ? 4x² മൈനസ് 4x പ്ലസ് 1. ഇത് ലെഫ്റ്റ് സൈഡിൽ അതേപോലെ ഇതിനെല്ലാം മാഷിപ്പുറത്തേക്ക് എടുക്കാം. -x² മൈനസ് 2x മൈനസ് 1 മൈനസ് x² ഈക്വൽ ടു 0. അപ്പൊ ഈക്വൽ സൈൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താണ് ചേഞ്ച് ഉണ്ടാവുക? പ്ലസ് ഉള്ളത് മൈനസ് ആക്കണം, മൈനസ് ഉള്ളത് പ്ലസ് ആക്കണം. ഇനി 4x² x² പോയി, അപ്പൊ എത്ര? 3x². 3x² വീണ്ടും ഒരു x² പോയി അല്ലെ? ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ആലോചിച്ചൊക്കെ 4x² ഒരു x² പോയി, 3x² ആയി, വീണ്ടും ഒരു x² പോയി, അപ്പൊ 2x². ഇനി ഇവിടെ ഒരു -4x ഉണ്ട്, ഇവിടെ ഒരു -2x ഉണ്ട്. രണ്ടും മൈനസ് ആണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചത്? മൈനസ് വരുമ്പോ ആഡ് ചെയ്യുക, മൈനസ് സൈൻ ഇടുക അല്ലെ? സോ -4x -2x -6x. ഇവിടെ +1, ഇവിടെ ഒരു -1. എന്താ വരിക? +1 -1 ആഡ് ചെയ്താൽ ഒരേ നമ്പർ ആണ്, ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ 0. അപ്പൊ 2x² -6x ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് രണ്ടാം ഡിഗ്രി സമവാക്യ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തി അല്ലെ? അപ്പൊ ആദ്യം ഈ ചെയ്തേ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തലാണ് ആദ്യത്തെ പണി. ഇനി ഇതിൽ എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിനെ നമുക്ക് എന്താ പറയാ, -b+4 ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എളുപ്പമാർഗം മാഷ് പറഞ്ഞുതരാം. ഇത് രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് ഏതാ? എക്സ് ആണ്. ആ എക്സ് ഔട്ട് സൈഡ് എടുത്തു മാഷ്. ബാക്കി ഇവിടെ എന്താ? 2x -6 ഈക്വൽ ടു 0. 8ാം ക്ലാസ്സിലെ ഐഡന്റിറ്റീസിലെ ഒന്നാമത്തെ ഐഡന്റിറ്റിയാണ് a × b + c, ab + ac. അതായത് ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 2x × x 2x², x × -6 -6x. അത് മാഷ് പറയുന്നത് എല്ലാം നിങ്ങള് പഠിച്ച സംഭവങ്ങളാണ്. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നെങ്കിൽ x ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ 2x -6 ഈക്വൽ ടു 0 ആവാം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ആൻസർ എന്താണ്? 0 അല്ലെ? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 കിട്ടണമെങ്കിൽ ഉത്തരം 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആവണം. ഒന്നെങ്കിൽ x 0 ആവാം, അല്ലെ 2x -6 0 ആവാം. x 0 ആയാൽ ഇതിന്റെ സൈഡ്സ് ഒന്നും ഉണ്ടാവില്ല. x 0 ആയാൽ BC യുടെ ലെങ്ത് എന്താ? 0. അപ്പൊ ട്രയാങ്കിൾ ഉണ്ടാവില്ല. അപ്പൊ ഇതല്ല. ഇതിന്ന് x എന്താ കിട്ടാ? 2x ഈക്വൽ ടു -6 അങ്ങോട്ട് പോയാൽ x ആയി, സോറി 6 ആയി. x ഈക്വൽ ടു 6/2 ദാറ്റ്സ് ഈക്വൽ ടു 3. അതാണ് ആൻസർ. x 0 അല്ലെങ്കിൽ x 3. ഇവിടെ 3 വരുമ്പോ ഈ സൈഡ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. x 3 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? 3 + 1 4 വരും. ഇവിടെ എന്ത് വരും? 3 × 2 6 6 - 1 5 സെന്റിമീറ്റർ. അപ്പൊ എല്ലാ സൈഡും കിട്ടി. ഒന്ന് 3 സെന്റിമീറ്റർ, ഒന്ന് 4 സെന്റിമീറ്റർ, ഒന്ന് 5 സെന്റിമീറ്റർ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം കേട്ടോ. വേറൊരു ചോദ്യം നോക്കൂ. ഇൻ ട്രയാങ്കിൾ ABC, AB 8 സെന്റിമീറ്റർ, ആംഗിൾ A 45, ആംഗിൾ C 60. ഫൈൻഡ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to AB. C യിൽ നിന്ന് AB യിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാം, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കാണാം, സൈഡ്സിന്റെ റേഷ്യോ കാണാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറയാം. ത്രികോണ ABC യിലെ AB 8 സെന്റിമീറ്റർ, ആംഗിൾ എന്നാണ് കോൺ A 45 ഡിഗ്രി, കോൺ B ആംഗിൾ B 60 ഡിഗ്രി. അപ്പൊ AB 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AB എത്രയാ? 8 cm. ആംഗിൾ A 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ B എത്രയാ? 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. 60 അത്ര തന്നിട്ടുണ്ട്. ABC പേര് കൊടുക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? സിയിൽ നിന്നും AB യിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതായത് ലംബം, അതിന്റെ നീളം എന്തെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ സിയിൽ നിന്നും AB യിലേക്ക് ഒരു ലംബം വരയ്ക്കാൻ പോകണം. അതിന് ഞാനിവിടെ ലംബം ആയതുകൊണ്ട് 90 എന്ന് കൊടുത്തു, CD എന്ന് പേരെടുത്തു. ഈ ഹൈറ്റ് എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് കഴിഞ്ഞ് ഇതിന്റെ ഏരിയ കാണണം. ഓക്കെ, അപ്പൊ ഏരിയ കാണണമെങ്കിൽ ആദ്യം ഹൈറ്റ് കാണണമല്ലോ. ഓക്കെ, അപ്പൊ ഹൈറ്റ് കാണുന്നത് 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 90 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? 45 അല്ലെ? 45 45 90 90 180. ഇത് 90 ആണ്, ഇത് 60 ആണ്. അപ്പൊ ബാക്കിയുള്ളത് എത്രയാ? 30. കുട്ടികളെ എവിടേക്ക് എത്തി? നമ്മൾ പഠിച്ച 45 45 90 30 60 90 എന്ന ആ റേഷ്യോയിലേക്ക് എത്തി അല്ലെ? ഇനി 45 40 90 വരുമ്പോ അംശബന്ധം എന്താ പഠിച്ചത്? 1:1:√2.
ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 8. ഇത് 4 ആവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആവണമെങ്കിൽ ഇത് എന്ത് ത്രികോണമായിരിക്കണം? യെസ്, സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളോ ഈക്വൽ ട്രയാങ്കിളോ ആണ്. അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മാഷ് എന്ത് ചെയ്യണു? ഈ ഹൈറ്റ് എക്സ് എന്ന് എടുത്തു. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ ഹൈറ്റ് എന്തെന്നെ വരിക? എക്സ് 1 എന്നാ പഠിച്ചത് അല്ലെ. അതിന് പകരം എക്സ് ആണെങ്കിൽ എക്സ് √2. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് അറിയില്ല. അപ്പൊ ഒന്ന് എക്സ് അടുത്തു എക്സ്. കാരണം 45 90 വരുമ്പോ 1 √2 അല്ലെ. അപ്പൊ എക്സ് √2. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കിയേ. 30 60 90 നമ്മൾ എങ്ങനെ പഠിച്ചത്? 1 √3 2 അല്ലെ. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് പറയൂ x/√3 പഠിച്ചിട്ടല്ലോ. x/√3 ഹൈപ്പോട്ടീസോ 2x/√3. എന്താണെയോ അതെന്താ അങ്ങനെ വരാൻ കാരണം? നമ്മൾ പഠിച്ചത് 30 60 90 ആണെങ്കിലാണ് 1 √3 2. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഡബിൾ ആയിരിക്കും ഹൈപ്പോട്ടീസ്, ഇരട്ടി ആയിരിക്കും. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും. ഇവിടെ 60യുടെ ഓപ്പോസിറ്റ് എക്സ് ആണ്, √3 കാണാനില്ല. അങ്ങനെ ഇല്ലാത്ത വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത്? ഈ √3 ഡിനോമിനേറ്ററിലേക്ക് എഴുതാം. സോ ദിസ് സൈഡ് 1/√3, ദിസ് സൈഡ് 2/√3. ഇവിടെ എക്സ് ആണെങ്കിൽ x/√3 2x/√3. അപ്പൊ എല്ലാ സൈഡ്സും കിട്ടി. ഇനി നമുക്ക് ആദ്യം ഏരിയ കാണാം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് അര BH ആണ്. ബേസ് ബി എന്ന് പറഞ്ഞാൽ 8 ആണ്, ഹൈറ്റ് എക്സ് അറിയില്ല. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മാഷി താഴത്തെ ലെങ്ത് എടുക്കാൻ പോവാ. അപ്പൊ എ ബി എത്രയാ? എ ബി = 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. എ ബിയുടെ ലെങ്ത് ഇവിടെ നിന്നിട്ട് ഇതുവരെ എക്സും ഇവിടെ ഇതുവരെ x/√3 ആണ്. അതായത് എക്സ് പ്ലസ് ഇവിടെ നിങ്ങളുടെ എന്താ x/√3 അതാണ് 8. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ചോദ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. x√3 plus x all divided by √3 that's equal to 8. 8ാം ക്ലാസ്സിലെ വീണ്ടും ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ഐഡന്റിറ്റിയാണ്. കോമൺ ആയുള്ള ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ √3 plus 1/√3 equal to 8. ഡിനോമിനേറ്റർ √3 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ x into √3 plus 1 equal to 8√3. അപ്പൊ x ആണ് കാണേണ്ടത്. What is x? 8√3 by ഒരുമിച്ച് എഴുതാം √3 plus 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ നമുക്ക് കിട്ടി. എക്സിന്റെ ലെങ്ത് കിട്ടി. ഓക്കെ. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ പരപ്പളവ് അല്ലെ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താ പഠിച്ചത്? അര BH. അര. ബേസിന്റെ ലെങ്ത് 8 ആണ്. 8 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എച്ച് ഇതിന്റെ ഹൈറ്റ് അതിപ്പോ കിട്ടിയിട്ടുണ്ട്. 8√3 by √3 plus 1. കുട്ടികളെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 ഇവിടെ 8 4 ടൈംസ് ക്യാൻസൽ ചെയ്യാം. വേറെ ഒന്നും ചെയ്യാതെ മൾട്ടിപ്ലൈ 8 × 4 32 √3 by താഴെ എന്തുണ്ട്? √3 plus 1. ഇത്രയും ഏരിയ എഴുതാം സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ സൈഡ്സിന്റെ റേഷ്യോ കൂടി ചോദിച്ചിട്ടുണ്ട്. സൈഡ്സ് ഏതൊക്കെ? ഇപ്പൊ 45ന്റെ ഓപ്പോസിറ്റ് √3 is 2. 60യുടെ ഓപ്പോസിറ്റ് x√2 is 2. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? സൈഡ്. ഇത് എക്സും ഇത് x/√3 കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x into √3 plus 1/√3 അല്ലെ. x into √3 plus 1 divided by √3. ഇനി ഇത് റേഷ്യോ ആയതുകൊണ്ട് കോമൺ ആയിട്ട് വരുന്നത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതിൽ എക്സ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ബാക്കി 2/√3 is to √2 is to √3 plus 1/√3 എന്ന് എഴുതാം. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിനെ മൊത്തം ഒരു √3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. റേഷ്യോന്റെ പ്രത്യേകത ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാവരും ഡിവൈഡ് ചെയ്യണം, എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2/√3 √3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ക്യാൻസൽ ചെയ്താൽ 2 വരും. √2 into √3 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. √2 into √3 √6. ഇവിടെ √3 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അംശം ചെയ്തോ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? √3 plus 1. അപ്പൊ ഇവിടെ
3 ചോദ്യമായിട്ടാണ് വന്നത് അല്ലെ. ഒന്ന് നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ, അതായത് ലംബ ദൂരം h കണ്ടുപിടിക്കാണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടി. രണ്ടാമത്തത് അത് ഉപയോഗിച്ച് നമുക്ക് ഏരിയ പരപ്പളവ് ട്രയാങ്കിളിനെ കാണാണ്ടായിരുന്നു, അത് ചെയ്തു. മൂന്നാമത്തെ സൈഡ്സിന്റെ റേഷ്യോ അത് നമ്മൾ എഴുതി. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ ഒരു ചോദ്യം ഉണ്ട്. 30, 60, 90 വരുമ്പോ ഹൈറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തതിന് ശേഷം ഇതേപോലത്തെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ബാഗ് കണ്ടെയ്ൻസ് സം റെഡ് ആൻഡ് സം ഗ്രീൻ ബോൾസ്. കുറച്ച് ചുവന്ന പന്തുകളും കുറച്ച് പച്ച പന്തുകളും ഒരു ബാഗിലുണ്ട്. ഇഫ് വി ടേക്ക് എ ബോൾ ഫ്രം ഇറ്റ്, നമ്മൾ അതിന്റെ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് വിത്തൗട്ട് ലുക്കിംഗ്, നോക്കാതെ എടുക്കാണ് കേട്ടോ, സാധ്യതകളുടെ ഗണിതാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിൽ. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് 1/4. റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ് എന്ന് തന്നിട്ടുണ്ട്. 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ അറിയോ, വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇഫ് there are 8 റെഡ് ബോൾസ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ബോക്സ് മാഷ് വരയ്ക്കാൻ പോവാ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പൊ റെഡ് ബോളും ഉണ്ട്, ഗ്രീൻ ബോളും ഉണ്ട്. ടോട്ടൽ ആകെ എത്രയാണ്? ഇതാണ് 3 കാര്യങ്ങൾ. അപ്പൊ ഇതും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതും അല്ലെ. എന്നിട്ട് റെഡ് ആണെങ്കിൽ അതാണ് നമ്മൾ 1/4 എഴുതി. ഈ 1/4 എന്നുള്ളത് ചെറുതാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതിയതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ വാല്യൂ 1/4 ആവില്ല, 2/8 ആവാം, 3/12 അങ്ങനെയൊക്കെ ആവാം. ഏത് നമുക്കറിയില്ല. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, അത് ഇഫ് there are 8 റെഡ് ബോൾസ്, 8 റെഡ് ചുവന്ന ബോളുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ 8 വരണം. പ്രോബിലിറ്റി ഓഫ് റെഡ് എന്നുള്ളത് മുകളിൽ 8 വരണമെങ്കിൽ ഇവിടെ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അവിടെ 8 വരിക? യെസ്, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു ഫ്രാക്ഷന്റെ മുകളിൽ 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 8, 8. 8 into 4, 32. 8/32. അപ്പൊ 8/32 എന്ന് പറയുന്നത് എന്താണ്? അതാണ് ടോട്ടൽ ആകെ. ക്ലിയർ ആയോ? അപ്പൊ ഇത് 32, ഇത് 8, ബാക്കി ഇവിടെ എത്രയാ? 24. 24 8 32. ഒന്നാമത്തെ ചോദ്യം ടോട്ടൽ ആകെ പന്തുകൾ എത്രയായിരുന്നു? എത്ര കിട്ടി? ആകെ പന്തുകൾ എത്ര കിട്ടി? 32. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ടേക്കൺ ഈസ് ഗ്രീൻ? ബോൾ ടേക്കൺ ഗ്രീൻ, പച്ചയാവാനുള്ള സാധ്യത എന്ത്? ഇവിടെ എത്ര ഗ്രീൻ? 24 ബൈ ആകെ എത്രയാ? 32. ഇത് സിംപ്ലിഫൈ ചെയ്യൂ. 8 8 2 8 16, 3 24, 4 8 32, 3/4 എന്ന് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫൈൻഡ് ദി സം ഓഫ് ബോത്ത് പ്രോബിലിറ്റി. ഞാൻ വേറെ ചോദ്യം ചെയ്തപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മിന്റെ ഒരു പ്രത്യേകത, യെസ്, ആകെ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കി നോക്കേ, ഒന്ന് കിട്ടിയത് 8/32, അതായത് 3/4 ആയിരുന്നു. ആദ്യത്തെ തന്നിട്ടുണ്ടായിരുന്നത് 1/4 ആയിരുന്നു. രണ്ടും കൂടി കൂട്ടി വെക്കും. റെഡ് കിട്ടാനുള്ളത് 8/32 ആവുമ്പോ 1/4 ആണ്. ഒരു 8 8 അല്ലെ, 8/32 സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ഒരു 8 8 4 8 32. 8/32 ചെറുതാക്കിയാൽ 1/4 എന്ന് കിട്ടും. ഗ്രീൻ പച്ച കിട്ടാനുള്ള സാധ്യത 3/4 ആണ്. രണ്ടും കൂടി കൂട്ടുക. 3 + 1 4/4. 4/4 1. ഇനി അങ്ങനെ ചെറുതാക്കില്ലെങ്കിൽ ഇത് നമ്മൾ കൂട്ടിയാലും മതി. ഒന്ന് 8/32 ആണ്. ഒന്നിവിടെ 24/32. 2 പ്ലസ് ചെയ്തോ, 8 + 24 32/32 1. അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി ആകെ സാധ്യത എപ്പോഴും 1 ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഒരെണ്ണം കിട്ടിയിട്ട് അടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ 1 മൈനസ് ചെയ്താലും മതി. 1 - 1/4 ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിലെ. ഇവിടെ ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് എ സർക്കം സർക്കിൾ. അതിന്റെ സർക്കം സർക്കിൾ, അതായത് പരിവൃത്തവും ഒരു ത്രികോണമാണ്. ഓക്കെ, കമ്പ്യൂട്ട് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ വൃത്തത്തിന്റെ ആരം കാണണം. ആൻഡ് അതർ 2 സൈഡ്സ്, മറ്റു 2 സൈഡ്സിന്റെ നീളവും കണ്ടുപിടിക്കണം. ഇവിടെ ത്രികോണമിതിയിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഒന്നുകൂടി മാഷ് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? A/sin A that's equal to 2R. A എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് അല്ലെ, അതിന്റെ ലെങ്ത് ഡിവൈഡ് ബൈ sin A എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റുള്ള ആ ആംഗിൾ ഈ സൈനിൽ എഴുതാം. സോ ഇത് A ആണെങ്കിൽ ഈ ആംഗിൾ ക്യാപിറ്റൽ A ആണെങ്കിൽ A/sin A =
2r 2r എന്താ റേഡിയസിന്റെ ഡബിൾ ദാറ്റ് ഈസ് ഡയമീറ്റർ വ്യാസാണ് കിട്ടുക. അപ്പൊ അതിന്റെ പകുതിയാണല്ലോ ആരം. എയുടെ ലെങ്ത് നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയാന്ന് അറിയില്ല, കണ്ടുപിടിച്ചൂടെ. 70 80 150 ബാക്കി ഇത് എത്ര വരിക 30 ഡിഗ്രി അല്ലെ. അപ്പൊ ഇതേപോലെ എഴുതുമ്പോ എന്ത് വരും? a by sin a = 2r എന്ന് എഴുതുന്ന പോലെ എഴുതുമ്പോ എന്ത് വരും ഇവിടെ? 5 divided by sin 30 സമം 2r 5 by ഈ sin 30ന്റെ വില നിങ്ങൾക്ക് എക്സാമിന് തരില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റേഷ്യോ. റേഷ്യോ പറഞ്ഞാൽ 30 വരുമ്പോ നിങ്ങൾക്ക് എഴുതാൻ അറിയണം 1√3 2. ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദിസ് ഓപ്പോസിറ്റ് സൈഡ് ദിസ് ഹൈപ്പോട്യൂസ് അല്ലെ, എതിർവശം കർണം സമീപവശം. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ കർണം. എതിർവശം 1 കർണം 2. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ദാറ്റ് ഈസ് 1/2. അപ്പൊ 5/1/2 ഈക്വൽ ടു 2r. 70 80 വാല്യൂസ് തരും, പക്ഷെ 30 60 90 45 ഇതിന്റെ ഒന്നും വാല്യൂസ് തരില്ല. നിങ്ങൾ ആ റേഷ്യോ പഠിച്ചിട്ട് തന്നെ എഴുതണം കേട്ടോ. അപ്പൊ 5/1/2 രണ്ട് ഡിവിഷൻ വരുമ്പോ 2 മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് വരും? 5 × 2/1 equal to 2r. What is 5 × 2? 10. 2r is equal to 10. What is 2r? Diameter. വ്യാസം. ഇപ്പൊ റേഡിയസ് എത്ര? ആരം. ആരാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം. ആരം റേഡിയസ് × സെന്റിമീറ്റർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അതർ 2 സൈഡ്സ് കാണാം. ഇതേ ആശയം ഉപയോഗിച്ചാൽ മതി. അപ്പൊ നോക്കൂ, ഈ സൈഡാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുക, ഈ സൈഡാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുക. അപ്പൊ മാഷ ആദ്യം ബി സി എഴുതുന്നത് വിചാരിച്ചു. അപ്പൊ ബി സി ബൈ സൈൻ 70 ഈക്വൽ ടു 2r. ബി സി ആണല്ലോ കാണേണ്ടത്. ബി സി സമം 2r × സൈൻ 70. ഈ 2r എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടുപിടിച്ച 10 ആണ്. 10 × സൈൻ 70ന്റെ വില തന്നിട്ടുണ്ടാവും. 0.9397 0.9397 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ നീങ്ങി. അപ്പോ 9.397 സെന്റിമീറ്റർ. വളരെ എളുപ്പല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. 5 മാർക്കിനൊക്കെ SSLC എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇതേപോലെ എ സി ആണെങ്കിലോ എന്ത് എഴുതാം? എ സി ബൈ എ സി എടുക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കാം. സൈൻ 80 സമം 2r. എ സി ഈക്വൽ ടു 2r × സൈൻ 80. 2r നേരത്തെ പോലെ തന്നെ 10 ആണ്. സൈൻ 80ന്റെ വില തന്നിട്ടുണ്ടാവും. 0.9848 0.9848 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ നീങ്ങണം. 9.848 cm. ഇതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കില് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്തുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെ, രണ്ടാം സമവാക്യത്തിന്റെ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. The sum of a number and its reciprocal is 13/6. What is the number? Just take the number as x. അതായത് സംഖ്യയും സംഖ്യ നമ്മൾ എന്താ എടുക്കുക? നമ്പർ ദാറ്റ്സ് ഈക്വൽ ടു x ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് തിരിച്ചിടുക. എന്താ റെസിപ്രോക്കൽ? 1/x വ്യുൽക്രമം അല്ലേ. ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ എന്ന സംഖ്യ എന്ത് ചെയ്യണം? തിരിച്ചിടുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യുക. അപ്പൊ x/1 ആണെന്നുള്ളത് തിരിച്ചിടുമ്പോ 1/x ആവും. ഇതിന്റെ സം ആണ് 13/6. ഇപ്പൊ എങ്ങനെ എഴുതണം? x/1 plus 1/x equal to 13/6. വീണ്ടും നമ്മൾ ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. x × x plus 1 × 1 by 1 × x equal to 13/6. That is x² plus 1 by x equal to 13/6. 6നെ ഇങ്ങോട്ട് ഡിവിഷൻ ഇങ്ങോട്ട് വരുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടുത്തെ ഡിവിഷൻ അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് വരും? 6 × x² plus 1 equal to 13x. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. 6 ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ ആണ്, ഛേദത്തിലാണ്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഈക്വൽ സൈൻ എപ്പോഴത്തേക്ക് വരുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ എന്ത് വരും? 6 × ഈ ബ്രാക്കറ്റ് ഇട്ടിലേക്ക് തൊറ്റു കേട്ടോ. x² plus 1 രണ്ട് ടൈം ഉണ്ട്. ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ താഴെ x ഉണ്ട്, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 13 × x. ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. 8ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. 6x² plus 6 × 1 6 equal to 13x.
വീണ്ടും 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ സൈൻ മാറ്റണം. അപ്പൊ 6x² എഴുതി. മാഷ് രണ്ടാമതായിട്ട് ടൈം എഴുതാൻ പോവാ. -13x പ്ലസ് 6 അവിടെ തന്നെ എഴുതി ഈക്വൽ ടു. ഇതിനെ പുറത്തേക്ക് എടുത്താൽ അവിടെ ഒന്നുമില്ല, 0. അപ്പൊ നമ്മള് രണ്ടാം കൃതി സമവാക്യ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തി. 6x² - 13x + 6 = 0. ഇതിന്റെ സോൾവ് ചെയ്യാൻ നമ്മള് ഒന്നെങ്കിൽ ഇക്വേഷൻ എന്താ ഇക്വേഷൻ പഠിച്ചത്? x = -b ± √b² - 4ac / 2a. a എന്ന് പറഞ്ഞാൽ 6 b എന്ന് പറഞ്ഞാൽ -13 c എന്ന് പറഞ്ഞാൽ 6. ആദ്യം റൂട്ടിന്റെ ഉള്ളത് കണ്ടുപിടിച്ച് നോക്കൂ. b² - 4ac. അവിടെ മൈനസ് ആയതുകൊണ്ട് -13² - 4 × 6 × 6 13 169. 6 4 24 4 24 6 144. മൈനസ് ചെയ്ത് നോക്കൂ. ഇതെന്ന് 25. ഓക്കെ. 5 4 9 6 4 2 6. ഇനി ഇക്വേഷൻ x കണ്ടുപിടിക്കാൻ -b എത്രയാ? -13 ± ഇത് കണ്ടുപിടിച്ചു നമ്മൾ 25/2a. എന്ന് പറഞ്ഞാൽ 6. മൈനസ് പ്ലസ് ആയി അല്ലെ. 125 സ്ക്വയർ റൂട്ട് 5 ആണ്. 6 × 2 12. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ x രണ്ടെണ്ണാക്കി എഴുതണം. എങ്ങനെ എഴുതാം? ഒന്ന് x = 13 + 5/12. x = 13 - 5/12. 13 5 18/12. സിംപ്ലിഫൈ ചെയ്യുക 6 ആയിട്ട് 3/2. ഇവിടെ x എന്താ കിട്ടാ? 13 5 പോയി 8/12. 4 കൊണ്ട് ചെറുതാക്കാം അല്ലെ. 2 4 8 3 4 12. അപ്പൊ x ന് കിട്ടിയ വാല്യൂസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒന്ന് 3/2 ആണ്, ഒന്ന് 2/3 ആണ്. അതന്നെയാണ് നമുക്ക് കാണുന്നത്. റെസിപ്രോക്കൽസ് ആണ്. ഒന്ന് 3/2 ആണെങ്കിൽ അടുത്തത് അത് തിരിച്ചിട്ടത് 2/3. 3/2 2/3 ആഡ് ചെയ്ത് നോക്കും നിങ്ങള്. 3/2 + 2/3 ക്രോസ് ചെയ്യുക. 3 × 3 9 2 × 2 4 3 × 2 6 9 4 13/6. അതന്നെയാണ് ആൻസർ. അപ്പൊ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് മെയിൻ എക്സാം SSLC എക്സാമിന് പോവാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി മാഷ് പറയാം. എ മാൻ സീസ് ദ ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് എ 40 മീറ്റർ ഹൈ ബിൽഡിംഗ്. 40 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഒരാള് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്, കീഴ്ക്കോണിലാണ് കാണുന്നത്. ഒരു ആംഗിൾ 60 ഡിഗ്രിയും ഒരു ആംഗിൾ 30 ഡിഗ്രിയിലും കാണുന്നു. റഫ് ഫിഗർ വരയ്ക്കണം. എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന പരീക്ഷയ്ക്ക് 5 മാർക്കിന്. ടവറിന്റെ ഉയരം കാണണം, അതുപോലെ ഡിസ്റ്റൻസ് കാണണം. അതിന്റെ റഫ് ഫിഗർ വരയ്ക്കാം. ഇവിടെ നോക്കിക്കോളൂ, വരയ്ക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ എർത്ത് ഭൂമി എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ എന്തുണ്ട്? ബിൽഡിംഗ് അല്ലെ. അതിന്റെ ഹൈറ്റ് എത്ര തന്നിങ്ങനെ? 40 മീറ്റർ ഹൈറ്റ്. ഇവിടെ ഒരു ടവറോ എന്തെങ്കിലും ആവട്ടെ, നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും. ഹൈറ്റ് കൂടാൻ കാരണം ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോണിലാണ് കാണുന്നത്, താഴേക്കാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരാള് ഇതിന്റെ ബിൽഡിങ്ങിന്റെ ടോപ്പ് 30 ഡിഗ്രിയിൽ കാണാന്ന് പറയുമ്പോ ഇവിടെ അയാളുടെ ആംഗിള് എപ്പോഴും റേ ഓഫ് വിഷൻ എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതാണ് 30 ഡിഗ്രി എങ്കിൽ ഇതിന്റെ ടോപ്പ് കാണുമ്പോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കണം? ഇവിടേക്ക് ഒരു ലൈൻ വരച്ചൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കണം. സോ ദിസ് 30 ഡിഗ്രി, ദിസ് ആൾസോ 30 ഡിഗ്രി. രണ്ടാമത് എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് ഈ ബോട്ടം താഴെ ഭാഗം എത്ര ഡിഗ്രിയിൽ കാണുന്നു? 60 ഡിഗ്രി. ഇത് ടോട്ടലാണ് 60. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ? 60 ഡിഗ്രി. ഇതേപോലത്തെ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഒരു 90 കിട്ടി, വേറൊരു 90 കിട്ടി. ഓക്കെ. ഇവിടെ ഇത് 40 ആണെങ്കിൽ ഇതേ ഹൈറ്റ് തന്നെയാണ് ഇത്. അപ്പൊ ഇതെന്താ? 40 ആണ്. ഇനി ഇതാണ് ടവർ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇതിന്റെ ഹൈറ്റ് കാണണമെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ 40 ആണ്, ഇവിടെ നിന്ന് ഇതുവരെ അറിയില്ലെങ്കിൽ നമ്മൾ അത് എന്തെടുക്കണം? എക്സ്. ഇനി എന്തൊക്കെ കാണുന്നത്? ഈ ഡിസ്റ്റൻസ് കാണണം, ഈ ഹൈറ്റ് കാണണം. അത്രേ വേണ്ടുള്ളൂ. രണ്ട് ആംഗിൾ ഇവിടെ ഉണ്ട്. ഒന്ന് 30 ഉണ്ട്, ഒന്ന് 60 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 30 ഡിഗ്രി ഞാൻ പേരൊക്കെ കൊടുക്കാൻ പോകും. എ ബി സി ഡി ഇ.
രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് കാണാം, ഈ ആംഗിൾ 30 വെച്ചിട്ട് ഈ സൈഡ് എക്സ്, ഈ സൈഡ് സി ഡി, ഈ സൈഡ് ഇ ഡി അല്ലെ. അപ്പൊ 30യുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഇതെന്താ? അഡ്ജസന്റ് സൈഡ്, സമീപവശം. അധികം ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ടാൻ ആണ് വരിക മക്കളെ, ശ്രദ്ധിക്കാം. അപ്പൊ ടാൻ 30 എന്താണ്? ടാൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം, എക്സ് ബൈ സി ഡി അല്ലെ. ക്ലിയർ ആണല്ലോ? എക്സ് എന്ന് പറഞ്ഞാൽ സിയുടെ ലെങ്ത് ആണ്. ടാൻ 30ന്റെ വില തരില്ല, നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. 30 വരുമ്പോ 60 വരുമ്പോ 1√3 അപ്പൊ 30 വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഇത് അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ടാൻ 30 എത്രയാ എന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, ദാറ്റ് ഈസ് 1/√3. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഉണ്ട്, 30, 60, 45 ഒക്കെ ഉള്ള ടേബിൾ ഉണ്ട്. അതൊന്നും കാണാതെ പഠിക്കരുത്. നിങ്ങൾ സൈഡിൽ ഈ ട്രയാങ്കിൾ വരച്ചിട്ട് അപ്പൊ അതിന്റെ റേഷ്യോ വെച്ചിട്ട് വേണം അതിന്റെ വാല്യൂ എഴുതാൻ കേട്ടോ. അപ്പൊ ടാൻ 30 എന്താ? 1/√3. ഇവിടെ എന്ത് കിട്ടി? എക്സ് ബൈ സി ഡി. ക്രോസ് ചെയ്യുമ്പോ എന്ത് കിട്ടും? സി ഡി is equal to x√3. ഒരു ഇക്വേഷനായി. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഇവിടെ വലിയ ട്രയാങ്കിൾ ആണ്, 60 ഉപയോഗിച്ച് ചെയ്യണം. അപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് തന്നെയാണ്, ടാൻ 60 തന്നെയാണ് വരിക. What is tan 60? ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് എഴുതണം അല്ലെ. ഇവിടെ നിന്ന് എക്സും ഇതുവരെ 40 ആണെങ്കിൽ ടോട്ടൽ എന്ത് വരും? 40 പ്ലസ് എക്സ് ബൈ എ ബി. ടാൻ 60യുടെ വാല്യൂ ഇത് ഉപയോഗിച്ച് കാണാം. നോക്കൂ, 30ക്ക് പകരം 60 ആയി. അപ്പൊ ടാൻ 60 വരുമ്പോ അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും മാറും. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതായി, എതിർവശം ഇതാണ് സമീപവശം. അപ്പൊ ടാൻ 60 എന്ത് വരും? √3/1. അപ്പൊ ഇവിടെ √3/1 ഈക്വൽ ടു 40 പ്ലസ് എക്സ് ബൈ എ ബി. ഈ എ ബി എന്ന് പറയുന്ന അതിനല്ലേ സി ഡിയും എ ബിയും ഈക്വൽ ആയതുകൊണ്ട് എ ബിക്ക് പകരം മാഷം എന്ത് കൊടുക്കാൻ പോവാണ്? സി ഡിന്ന് കൊടുക്കാൻ പോവാ. അതായത് √3/1 ഈക്വൽ ടു 40 പ്ലസ് എക്സ് ബൈ വാട്ട് ഈസ് സി ഡിയുടെ ലെങ്ത് എന്താ? x√3. അതായത് എ ബിയും സി ഡിയും ഈക്വൽ ആയതുകൊണ്ട് എ ബിക്ക് പകരം സി ഡി എന്ന് എഴുതി. സി ഡിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ, x√3. നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ √3 ഇൻറ്റു നിങ്ങോട്ട് വരും x√3 ഈക്വൽ ടു 40 പ്ലസ് എക്സ് ഇൻറ്റു 1. ഒരു മാറ്റമില്ല. √3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 വരും അല്ലെ. √3 ഇൻറ്റു √3 √9, ദാറ്റ് ഇസ് 3x. 3x equal to 40 plus x. x ഇപ്പുറത്തേക്ക് എടുത്തോളൂ. 3x minus x equal to 40. What is 3x minus x? 2x equal to 40. x equal to 40 divided by 2, 20. Okay, അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താ? What is x? x 20 meter എന്ന് കിട്ടി. x എന്താണ്? ഈ ലെങ്ത് ആണ്. അപ്പൊ വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ടവറിന്റെ നീളം എന്ത്? അപ്പൊ ഇവിടുന്ന് ഇതുവരെ 40, ഇവിടുന്ന് ഇതുവരെ 20 ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 40യും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 20 കൂടി പ്ലസ് ചെയ്താൽ 60 മീറ്റർ എന്ന് കിട്ടും. വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ എന്താ? സി ഡി ആണ്. സി ഡി എന്ന് പറഞ്ഞാൽ x√3 കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര കിട്ടിയ? 20. സോ 20√3 മീറ്റർ. അപ്പൊ ഇത് വേണമെങ്കിൽ കുട്ടികൾക്ക് ഈ 30, 60 ഉപയോഗിച്ച് ഡയറക്റ്റ് പിക്ചറിൽ തന്നെ സൈഡ്സിന്റെ റേഷ്യോ എഴുതിയിട്ടൊക്കെ ചെയ്യാൻ കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്തിട്ട് ചെയ്യാം. 5 മാർക്കിന്റെ SLC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രിഗണോമെട്രിയിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്. ഇതൊന്നും പുതിയ പുതിയ ചോദ്യങ്ങളല്ല. ഇതെല്ലാം നിങ്ങൾ പഠിച്ചതും പരിചയപ്പെട്ടതുമായ കൺസെപ്റ്റുകളാണ്, ആശയങ്ങളാണ്. അത് ചോദ്യത്തിൽ മാത്രം കുറച്ച് ബിൽഡിംഗ് ആവും, ചിലപ്പോൾ ടവർ ആവും, അങ്ങനെ ഓരോ ചേഞ്ചസ് വരുന്നല്ലാതെ വേറെ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. എന്നാലേ നിങ്ങളുടെ പേടി മാറുള്ളൂ. എക്സാമിന് ഏത് ചോദ്യം വന്നാലും കൃത്യമായി ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ കൂടുതൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് മാഷ് ചെയ്ത് അയച്ചു തരേണ്ടത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.